ഇത് എവിടെയായിരുന്നു ഗോപാലേട്ടാ? നിക്കുന്ന നിപ്പിൽ ഇത് എങ്ങോട്ടാ പോകുന്നേ? അമ്പലത്തിലല്ലാതെ വേറെ എവിടെയാ? എന്റെ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് ഒരു ഗുണം ഇല്ലെന്നല്ലേ നീ പറയാറ്? ഇതാ ഇപ്പോഴാണ് ഈ യാത്ര കൊണ്ട് ഒരു ഗുണം ഉണ്ടായത്. ആ വാർത്തയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെന്ത് വാർത്തയാ? സന്തോഷമുള്ളാണേ കേക്കാം. ശ്രീമുരുക ട്രാവൽസുകാര് എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരിക്കുക. ഒന്ന് രണ്ട് ദിവസം അവരുടെ കൂടി ആയിരുന്നു. എന്ത് ജോലിയാ ഗോപാലേട്ടാ? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ സഞ്ചരിച്ചതിന്റെ അറിവാണ് അവരെന്നെ ജോലി ഏൽപ്പിക്കാൻ കാരണം. വലിയ പണിയൊന്നുമില്ല. തീർത്ഥാടനത്തിന് എത്തുന്ന ഭക്തരെ കൃത്യമായി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തൊഴിയിക്കണം. സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഗോപാലേട്ട, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? ആഹാ, ഇത് മോളെ പോന്നു. അയ്യോ, ഇത് മോളെ കൈക്കെന്ത് പറ്റിയതാ? അത് സ്കൂളിലൊന്ന് വീണതാ. ആണോ? എന്നിട്ട് വേദന ഉണ്ടോ മോളെ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. മുത്തശ്ശനോട് എവിടെയായിരുന്നു? മുത്തശ്ശനൊരു യാത്ര പോയതാ മോളെ, അമ്പലത്തില്. ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. മോള് മാത്രല്ല, കുഞ്ഞിന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഇനി അവൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലെന്നാ പറയുന്നേ. പോകുന്നില്ലെന്നോ? അപ്പൊ രോഹിത്? പപ്പി, ചെല്ല്, അമ്മ വിളിക്കുന്നു. ദാ വരുന്നമ്മേ. രോഹിത് അവിടെ സത്യാമ്മയുടെ വീട്ടില്, ശ്യാമയും കുഞ്ഞും ഇവിടെ. അങ്ങോട്ട് ഇനി കയറില്ലെന്നും പറഞ്ഞ ശ്യാമ ഇവിടെ ഒന്ന് നിൽക്കുന്നത്. രോഹിത്തെ വിളിക്കാൻ വന്നതാ, എന്നിട്ടും അവള് പോയില്ല. അതെങ്ങനെ ശരിയാവും? അതൊന്നും പറ്റില്ല. അങ്ങനെ ഇവിടെ നിന്ന് അന്വേഷണത്തിന് നിൽക്കാൻ പറ്റില്ല. എന്താ അമ്മേ വിളിച്ചേ? ഹോംവർക്ക് ചെയ്യണ്ടേ? അമ്മേ, ദേ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. അല്ല, നാളത്തേക്ക് ഹോംവർക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? മോളത് നോക്ക്, ഞാനിപ്പോ വരാം. നീ അവളെ കൊണ്ട് വിളിച്ചേ. നീ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. എന്താ ശ്യാമ ഞാനീ കേൾക്കുന്നത്? നീ ഇനി രോഹിത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ലേ? ഇല്ല. നിന്നെ വിവാഹം കഴിച്ചഴിപ്പിച്ചത് ഈ വീട്ടിലൊന്നും നിൽക്കാനല്ല.